അപരാധം പറഞ്ഞുണ്ടാക്കുന്നവരെ നേരെ ചെന്നിട്ട് ഒന്ന് ബലാത്സംഗം ചെയ്തിട്ട് ഒന്ന് പോയി മരിക്കുക, ഒന്ന് ബലാത്സംഗം ചെയ്തിട്ട് ഒന്ന് പോയി മരിക്കുക, ഒന്ന് ബലാത്സംഗം ചെയ്തിട്ട് ഒന്ന് പോയി മരിക്കുക. നമസ്കാരം. ബസ്സിനുള്ളിൽ വെച്ച് ലൈംഗിക അതിക്രമ ആരോപണം, അതിനുശേഷം ദീപക് ആത്മഹത്യ ചെയ്യുന്നു. യുവതി ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള സാഹചര്യങ്ങൾ. ആ പെൺകുട്ടി എവിടെയാണെന്നുള്ളത് അറിയില്ല. പോലീസ് തപ്പുകയാണ്. 10 വർഷത്തോളം കഠിന തടവ് കിട്ടാനുള്ളൊരു വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സ്വത്തുകൾ കണ്ടുകെട്ടും എന്നത് മനസ്സിലാക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് പ്രേക്ഷകരെ. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്കെതിരെ ഇപ്പോൾ കേസ് ചുമത്തിയിരിക്കുകയാണ്. 10 വർഷത്തെ കഠിന തടവാണ് ചുമത്തിയിരിക്കുന്നത്. അതിന് വകുപ്പുള്ള കേസാണ് ചുമത്തിയിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പെൺകുട്ടിയുടെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടുന്നൊരു സാധ്യതയും കൂടിയുണ്ട്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പെൺകുട്ടി ഒരു മുസ്ലിം ലീഗിലെ നേതാവാണ്. അത് ആ പെൺകുട്ടിയുടെ രാഷ്ട്രീയം അതവിടെ നിൽക്കട്ടെ. ഇത് പറയാനുള്ള കാരണം, ഇപ്പോൾ ഒരു ഇറങ്ങിയിട്ടുണ്ട്. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നാണ് പേര്. എൻ്റെ പേര് അജയ് ഉണ്ണി എന്നാണ്. പുള്ളി ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ്, ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഇതുപോലെ വീഡിയോ എടുക്കുന്ന സ്ത്രീകളെയൊക്കെ ബലാത്സംഗം ചെയ്യണം. ജയിലിൽ പോകുന്നതിന് ഒരു അന്തസ്സ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ വീഡിയോ എടുക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്നാണ് ഈ അജയ് ഉണ്ണി എന്ന് പറയുന്ന ഇവൻ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. ഒരു കാര്യം ആദ്യമേ പറയാം. ഈ കാരണം കൊണ്ട് ഈ ബസ്സിലെ ലൈംഗിക അതിക്രമം, ഈ കേസും അതിനുശേഷമുള്ള വിവാദങ്ങളും ഈ ദീപക് ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇൻസ്റ്റാഗ്രാം വ്ളോഗേഴ്സ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലതും നല്ല സ്റ്റാൻഡേർഡുള്ള അഭിപ്രായങ്ങളാണ്. അവരവരുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട്. വളരെ മാന്യമായ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ചിലരിൽ നല്ലോണം തന്നെ ആ പെൺകുട്ടിയെ വിമർശിക്കുന്നുണ്ട്. ദീപകിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്, ദീപക്കിനൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനിടയിൽ ഇതുപോലുള്ള ചിലവന്മാർ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ഇതുപോലുള്ളൊരു കേസിൽ ഇത്രയും സെൻറ്റിമെൻ്റലാകുന്ന, ഇത്രയധികം കേരള സമൂഹം ചർച്ച ചെയ്ത ഒരു കേസ് ഇതിനിടയിൽ ഉണ്ടായിട്ടില്ല. കുറേ നാളുകൾക്ക് ശേഷമാണ്. അപ്പോൾ അതുപോലൊരു സംഭവത്തിൽ കയറി വരുമ്പോൾ ഇതുപോലൊരു വീഡിയോ എടുക്കുക, വായി തോന്നുന്നത് വിളിച്ചു പറയുക, എന്നിട്ട് അതിൻ്റെ പേരിൽ റീച്ച് ഉണ്ടാക്കുക. ഇത് തന്നെയാണ് ആ പെണ്ണും ചെയ്തത്. ഒരു കാര്യം പറയാം. തൻ്റെ ദേഹത്ത് സ്പർശിച്ച ഒരു വ്യക്തി അത് മോശമായി സ്പർശിച്ചെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കവേ അത് ചിരിച്ച മുഖത്തോട് സ്വീകരിച്ച ആ പെൺകുട്ടിയുടെ അതേ വൈകൃതം തന്നെയാണ് ഇതുപോലുള്ളവന്മാരും കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റുമില്ല അതിനകത്ത്. വീഡിയോ ഷൂട്ട് ചെയ്യുന്ന പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യണമെന്നുള്ള ആഹ്വാനം. ഇയാളൊരു BJP സ്ഥാനാർത്ഥിയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇയാൾ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. ജനങ്ങൾക്ക് വിവരമുള്ളതുകൊണ്ട് അവർ വോട്ട് ചെയ്തില്ല, അവർ തള്ളിക്കളഞ്ഞു വിട്ടു ഇയാളൊക്കെ. ഇതുപോലുള്ളവന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഈ കേസ് മാത്രമല്ല, ഇതുപോലെ ആളാവാൻ, ഷോ കാണിക്കാൻ, മര്യാദകേടും തെമ്മാടത്തരവും വിളിച്ചുകൂവി സോഷ്യൽ മീഡിയയിൽ ആളാവാൻ വേണ്ടി നടക്കുന്ന കുറച്ചവന്മാരുണ്ട്. എന്തായാലും ഇയാൾക്കെതിരെ സ്വമേധയാ കേസെടുക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പെൺകുട്ടി കാണിച്ച പ്രശ്നങ്ങൾ, ആ പെൺകുട്ടി ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണ്. പോലീസ് തപ്പിക്കൊണ്ട് നടക്കുകയാണ്. വിദേശത്ത് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ്. വിദേശത്ത് പോയിട്ടുണ്ടോ, ദുബായിലാണോ എന്നുള്ള സംശയങ്ങളൊക്കെ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ വളരെ ശക്തമായ രീതിയിൽ തന്നെ അന്വേഷണം നടക്കാനുള്ള സാധ്യതയും കൂടെ നിൽക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിലും ആ പെൺകുട്ടിയെ ന്യായീകരിക്കാൻ ഇവിടെ ആരും നിൽക്കില്ല. ആ പെൺകുട്ടിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്ന് വീണ്ടും ആവർത്തിച്ച് തന്നെ പറയും. അതിനകത്തൊരു തർക്കവുമില്ല, അതിനകത്ത് വേറെ മാറ്റി പറയാനൊന്നുമില്ല. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ മുതലെടുക്കാൻ നടക്കുന്ന വേറെ കുറേ വിരോധാഭാസന്മാരുണ്ട് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അജയ് ഉണ്ണി എന്ന് പറയുന്നവൻ ഇട്ടിരിക്കുന്ന ഈ വീഡിയോ. അത് എത്രയോ പേർ ഇതിനോടകം തന്നെ കണ്ടിരിക്കുന്നു. ഏറ്റവും പരിതാപകരമായ അവസ്ഥ പറയട്ടെ, ഈ വീഡിയോയ്ക്ക് താഴെ ഇയാൾ പറഞ്ഞിരിക്കുന്ന വാക്കുകളെ അനുകൂലിച്ചുകൊണ്ട് കുറേ കമൻറ്റുകൾ എത്തിയിട്ടുണ്ട്. അത് സഹിക്കാൻ പറ്റാത്തതാണ്, അത് പറയാതിരിക്കാൻ വയ്യ. രാഷ്ട്രീയമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇയാൾ സംസാരിച്ച ഭാഷ, ഉപയോഗിച്ച പദങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. വീഡിയോ എടുക്കുന്ന പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യണമെന്ന് ആഹ്വാനം അറിയിക്കുകയും അതിലൂടെ കാണിക്കാൻ പറ്റുന്ന എല്ലാ തോന്നിവാസങ്ങളും കാണിച്ചുകൊണ്ടാണ് അയാൾ ആ വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കാട്ടുതീ പോലെ പടർന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഒരിക്കലും ഇതുപോലുള്ള വാക്കുകൾ, ഇതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന പേരിൽ തെമ്മാടത്തരം വിളിച്ചു പോകുന്നവന്മാരുടെ വാക്കുകൾ ചെവി പോലും കൊണ്ട് കേൾക്കാതിരിക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്നത് അറിയിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. ഇതുപോലുള്ളവന്മാർ മുതലെടുപ്പ്, ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ മുതലെടുക്കാൻ വേണ്ടി വരുന്ന ഇതുപോലെ കുറച്ച് ഇൻഫ്ലുവൻസർമാരുണ്ട്. കാരണം ഇത് പറയുമ്പോൾ അവരുടെ കീശയിലേക്കും കാശ് വീഴുകയാണ്. എടുത്തു പറയട്ടെ, മാന്യമായ രീതിയിലുള്ള ക്രിറ്റിസിസവും ഈ കേസിന് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുകയും അതനുസരിച്ച് സംസാരിക്കുന്നവരുടെ വാക്കുകൾ കേൾക്കുക. അല്ലാതെ ഇതുപോലെ ആഹ്വാനം നടത്തുകയും ഇമാതിരി തെമ്മാടത്തരങ്ങൾ സംസാരിക്കുന്നവരെയും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അത് ഏത് പാർട്ടിയിലായിക്കോട്ടെ, ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതുമായി പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നത് വ്യക്തമാക്കുകയും കൂടി ചെയ്യുകയാണ്. ഇതുപോലുള്ള തെമ്മാടത്തരങ്ങൾക്കെതിരെ വീണ്ടും കേസുകൾ എടുക്കും. ഇതുപോലെ നീതി കിട്ടേണ്ട സാഹചര്യങ്ങൾ ഇതുപോലെ സംസാരിക്കപ്പെടുമ്പോഴേക്കും വീണ്ടും അത് കുളം തോണ്ടുന്ന സാഹചര്യത്തിലേക്കും കൂടി മാറും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പ്രചരണം വളരെയധികം രീതിയിൽ ശക്തമായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിനെതിരെ ശക്തമായ നടപടിയുമായിട്ട് തന്നെയാണ് പോലീസിന് നീക്കമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് എന്താകുമെന്നത് നോക്കിക്കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.